അഞ്ചലിൽ യുവതിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ 18 വർഷങ്ങൾക്ക് ശേഷം പ്രതികൾ പിടിയിൽ. CBI ചെന്നൈ യൂണിറ്റാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. കൊല്ലം അഞ്ചൽ സ്വദേശി ദിപിൽകുമാർ, കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത്. കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് കേസിലെ ദൃക്സാക്ഷി 24-നോട് പറഞ്ഞു. തുടർന്ന് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തു. എന്നാൽ അന്ന് ക്രൈംബ്രാഞ്ച് DSPയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകളാണ് ഉണ്ടായത്. അവർ കേസ് അന്വേഷിക്കുന്നതിന് പകരം ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബന്ധുക്കളെയൊക്കെ അനാവശ്യമായി ഹരാസ് ചെയ്യുകയും ഒടുവിൽ ഗത്യന്തരം അവർക്ക് പോയി ഹൈക്കോടതി പ്രൊട്ടക്ഷൻ എടുക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. വർഷങ്ങൾ ഒരുപാട് കാത്തിരി കഴിഞ്ഞു. ഇപ്പോൾ പ്രതികളെ കണ്ടെത്തി എന്ന ചെറിയ വിവരം കിട്ടുകയാണ്. ഈ ഇതുമായി ബന്ധപ്പെട്ട അന്ന് ഓർമ്മയിലുള്ള എല്ലാവർക്കും അറിയാം, വളരെ ഹൃദയഭേദമായി ഈ സംഭവത്തിൽ ഉത്തരവാദികളെ കണ്ടെത്തി അവരെ നിയമത്തിന് വേണ്ടി കൊണ്ടുവരണമെന്ന് അന്ന് എല്ലാവരും ഇന്നും ഞങ്ങളുടെയൊക്കെ ആ അഭിപ്രായത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയാണ്. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, കഴുത്തറത്തുള്ള അരും കൊലയാണ് ഉണ്ടായിരുന്നത്. അതിൽ 18 വർഷത്തിനു ശേഷം പ്രതികൾ പിടിയിലാവുന്നു. ഈ ഇത്രയും കാലയളവ് അവർ കഴിഞ്ഞത് എങ്ങനെയാണ്? അവരുടെ ഒളിവ് ജീവിതം, അതിലൊക്കെ ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വിശദാംശങ്ങൾ എന്താണ് ശ്രീകാന്ത്? റീജിത്ത്, അഞ്ചലിൽ യുവതിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ 18 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പിടിയിലാകുന്നത്. CBI ചെന്നൈ യൂണിറ്റാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം അഞ്ചൽ സ്വദേശി ദിപിൽകുമാർ, കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളായ സൈനികനെയും സഹോദരനെയും എറണാകുളം CBI കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈനികരായിരുന്ന രണ്ടുപേരും കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയി എന്നുള്ള വാർത്തയാണ് അന്ന് നൽകി. 2006 ഫെബ്രുവരിയിലാണ് ഈ കൃത്യം നടന്നത്. പോണ്ടിച്ചേരിയിൽ ഇവർ മറ്റൊരു വിലാസത്തിൽ താമസിച്ചു വരവെയാണ് CBI ചെന്നൈ യൂണിറ്റ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പോണ്ടിച്ചേരിയിൽ മറ്റൊരു പേരിലാണ് ഇവർ ജീവിച്ചിരുന്നത്. രണ്ടുപേരും അവിടെ സ്കൂൾ അധ്യാപകരെ വിവാഹം കഴിച്ച് ജീവിച്ചിരുന്നു. ഈ അഞ്ചൽ സ്വദേശിയായ യുവതി അവിവാഹിതയായിരുന്നു. പക്ഷേ 2 കുട്ടികൾ ഉണ്ടായി. അത് ഈ ദിപിൽകുമാറിൻ്റെതാണ് എന്നുള്ളതായിരുന്നു ആക്ഷേപം. അതിൻ്റെ തെളിവ് നശിപ്പിക്കൽ എന്ന രീതിയിലാണ് ഈ 3 കൊലപാതകം ഇയാൾ നടത്തിയത്. ചെറിയ ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.